വിഷയത്തിൽ സംസാരിക്കാനായി ഡിവൈഎഫ്ഐ പാലക്കാട് ജില്ലാ പ്രസിഡന്റ് ആർ ജയദേവനുണ്ട്. വരദനിരീക്ഷനായി മിഥുൻ വിജയകുമാറുമുണ്ട്. ആദ്യം ആർ ജയദേവനിലേക്ക്. ജയദേവൻ, 2 സംഭവങ്ങളാണ് പാലക്കാട് നടന്നത്. 2ഉം സ്കൂളുകൾ കേന്ദ്രീകരിച്ചാണ് സംഭവിച്ചത്. എന്താണ് നിങ്ങളുടെ അന്വേഷണത്തിൽ കണ്ടെത്തിയിരിക്കുന്നത്? ഇന്നിപ്പോൾ സന്ദീപ് വാര്യർ പറയുന്നത് കണ്ടല്ലോ. സന്ദീപ് വാര്യരും ആ നാട്ടുകാരനാണ്. അപ്പോൾ സന്ദീപ് വാര്യരുടെ സംശയങ്ങൾ ഡിവൈഎഫ്ഐ ശരിവെക്കുന്നുണ്ടോ? നമസ്കാരം. ഇവിടെ കേരളത്തിൽ ഒരിക്കലും കേരളത്തിലെ ജനത ആഗ്രഹിക്കാത്ത, കേൾക്കാൻ ഇഷ്ടപ്പെടാത്ത ഒരു വാർത്തയാണ് ദൗർഭാഗ്യവശാൽ നമ്മുടെ നല്ലേപ്പള്ളി സ്കൂളിൽ നിന്നും കേൾക്കാനിടയായത്. ഇവിടെ മാനവികത ഉയർത്തിപ്പിടിക്കുന്ന കേരളത്തിലെ മനുഷ്യ മനസ്സുകൾ എല്ലാ ആഘോഷങ്ങളും അവരുടേതായി കാണുന്ന മതനിരപേക്ഷ മൂല്യം ഉയർത്തിപ്പിടിക്കുന്ന മനുഷ്യരാണ്. അതുകൊണ്ട് തന്നെ എല്ലാ ആഘോഷങ്ങളും എല്ലാവരും പങ്കെടുക്കുന്നതാണ്. പക്ഷേ ഇവിടെ നോക്കൂ, ഒരു സ്കൂളിനകത്തേക്ക് കടന്നു ചെന്ന് ഇന്ന ആഘോഷമാണ് നടത്തേണ്ടത്, ക്രിസ്മസ് ആഘോഷം നടത്താൻ വേണ്ടി പാടില്ല, പകരം ഇവിടെ ശ്രീകൃഷ്ണ ജയന്തിയാണ് ആഘോഷിക്കേണ്ടത് എന്ന് പറയുകയാണ്. ഒരു മനുഷ്യ മനസാക്ഷികൾ ഉണരേണ്ട ഒരു സമയം കൂടിയാണിത്. ഇവിടെ നോക്കൂ, ഇങ്ങനെയൊരു സംഭവം ഉണ്ടായി, മണിക്കൂറുകൾ ഇത്ര കഴിഞ്ഞിട്ടും അതിൽ ഒരാളെ പോലും തള്ളിപ്പറയാൻ അവരുടെ ഔദ്യോഗിക നേതൃത്വം തയ്യാറായിട്ടില്ല എന്നുള്ളത് എത്രത്തോളം വെറുപ്പിൻ്റെ രാഷ്ട്രീയമാണ് ഇവർ തുടരുന്നത് എന്ന് സമൂഹം തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. VHP പ്രവർത്തകർ അറസ്റ്റിലായിരുന്നു ജയദേവൻ. VHPയുടെ ഔദ്യോഗിക പ്രതികരണമായി വന്നിരിക്കുന്നത് നിയമപരമായി നേരിടും എന്നാണ്. അവരിറക്കിയ ഒരു പത്രക്കുറിപ്പുണ്ട്. ആ പത്രക്കുറിപ്പ്, സംസ്ഥാന നേതൃത്വം ഇറക്കിയ ആ പത്രക്കുറിപ്പിനകത്ത് അനിൽകുമാർ എന്ന വ്യക്തിയുടെ ഒരു പേര് പോലും, അവരുടെ ഒരു തള്ളിപ്പറയുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റും അതിനകത്തില്ല. അറസ്റ്റിലായ VHP നേതാവ് അനിൽകുമാർ CPIMലെ 5-ാം മൈലിലെ CPM പ്രവർത്തകനായ സുകുമാരൻ വധക്കേസിലെ പ്രതി കൂടിയാണ്. അതിൽ തടവ് ശിക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങിയ ഒരു വ്യക്തി കൂടിയാണ് അദ്ദേഹം. ആ സംസ്ഥാന നേതാക്കൾ ഇറക്കിയ ഈ പത്രക്കുറിപ്പിനെ ഒരു കാരണവശാലും ഈ തരത്തിലുള്ള പ്രതികളെ സംരക്ഷിക്കില്ല, അവരെ ഞങ്ങൾ തള്ളിപ്പറയുന്നു എന്ന വാചകം കേൾക്കാനിരുന്ന കേരളത്തിൻ്റെ മനസ്സിനോട് അവർ പറഞ്ഞത്, ഇത് ഞങ്ങളുടെ ആശയം തന്നെയാണ്, ഞങ്ങളുടെ ആഗ്രഹം അവരതിലൂടെ നടപ്പിലാക്കി എന്നുള്ളത് വേണം നമ്മൾ മനസ്സിലാക്കാൻ. ഇവിടെ അതാണ് നടന്നിരിക്കുന്നത്. ഇപ്പോൾ നോക്കൂ, ഇത്രയും വലിയൊരു സംഭവം ഉണ്ടായി. ഒരു തരത്തിലും അവിടെ BJP ആണെങ്കിലും ശരി, അല്ലെങ്കിൽ സംഘപരിവാറികളാണെങ്കിലും ശരി, ഇവരെ തള്ളിപ്പറയുന്ന ഒരു സമീപനം അവിടെ സ്വീകരിച്ചിട്ടില്ല. പക്ഷേ യഥാർത്ഥത്തിൽ അവിടെ ജനങ്ങൾ ഈ BJPയെ തള്ളിയിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം രാവിലെ DYFI അവിടെ സൗഹൃദ ക്രിസ്മസ് കരോൾ സംഘടിപ്പിച്ചിരുന്നു. സ്മൃതി കണ്ടു കാണും. എന്ത് നല്ല ഒരു പങ്കാളിത്തമാണ് അവിടുത്തെ ജനങ്ങൾ ഞങ്ങൾക്ക് നൽകിയത്. ആ പ്രദേശത്തു കൂടി ആ കരോൾ സംഘം കടന്നു പോകുന്ന സമയത്ത് ഈ വെറുപ്പിൻ്റെ രാഷ്ട്രീയം പേറുന്ന സംഘപരിവാറുകാരെ നല്ലേപ്പള്ളിയുടെ മണ്ണ് തൂത്തെറിഞ്ഞിരിക്കുന്നു എന്നുള്ളത് വേണം നമ്മൾ മനസ്സിലാക്കാൻ. അവിടെ ഓരോ ജനങ്ങളും, യുവാക്കളും, കുട്ടികളും, വിദ്യാർത്ഥികളും ഭയപ്പെട്ടിരുന്നു. കാരണം നിങ്ങൾ ആ നാട്ടിലുള്ളവരാണ്. ഇപ്പോൾ കേരളത്തിൽ മറ്റിടത്തൊന്നും ഈ രൂപത്തിൽ ഒരു സംഭവം ഈ ക്രിസ്മസുമായി ബന്ധപ്പെട്ട് പറഞ്ഞു കേട്ടിട്ടില്ല. ഇപ്പോൾ പാലക്കാട് 2 സംഭവങ്ങൾ തുടർച്ചയായി സംഭവിക്കുന്നു. ഇന്ന് മന്ത്രി കൃഷ്ണൻകുട്ടി അവിടെ പോയപ്പോഴും പറഞ്ഞത് 2ന് പിന്നിലും ഒരേ കൂട്ടരാണ് എന്ന് സംശയിക്കുന്നു എന്നാണ്. ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘത്തെ ചുമതലപ്പെടുത്തിയിട്ടുമുണ്ട്. നിങ്ങൾ അവിടെ പ്രവർത്തിക്കുന്ന ഒരു യുവജന സംഘടന എന്ന നിലയ്ക്ക് നിങ്ങളുടെ നിരീക്ഷണത്തിൽ ചില കാര്യങ്ങൾ ബോധ്യപ്പെട്ടിട്ടുണ്ടാകുമല്ലോ. പാലക്കാട് ഇപ്പോൾ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് പാലക്കാട്ടെ മണ്ണിൽ? സ്മൃതി, ഞങ്ങൾ പറയുന്നത് ഇവിടെ അധികാരത്തിൻ്റെ തണൽ ലഭിക്കുമ്പോഴും എന്ത് ചെയ്യാം എന്ന അവസ്ഥയിലേക്ക് സംഘപരിവാർ മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. ഇവിടെ ഞങ്ങൾ ഈ ഫ്ലോറിലിരിക്കുന്നതിന് ഏതാനും മീറ്റർ അപ്പുറത്താണ് പാലക്കാട് നഗരസഭയുള്ളത്. ഒരു പക്ഷേ സ്മൃതി ഉൾപ്പെടെയുള്ള ആളുകൾ റിപ്പോർട്ട് ചെയ്യേണ്ടി വന്നിട്ടുണ്ടാകും. ഇവിടെ നഗരസഭ 2ാം തവണയും ഭരണം കിട്ടിയ സമയത്ത് BJP അവിടെ അധികാരമേൽക്കുന്ന ദിവസം ആ നഗരസഭാ കെട്ടിടത്തിന് മുകളിൽ ജയ് ശ്രീറാം എന്ന ബാനറാണ് ഉയർത്തിയിരുന്നത്. നോക്കൂ, ഒരു ഭരണഘടനാ സ്ഥാപനത്തിനകത്ത് എല്ലാവരുടെയും ആളുകളായി പ്രവർത്തിക്കേണ്ട, ഭരണഘടന തൊട്ട് സത്യം ചെയ്ത ആളുകൾ അവിടെ ആ കെട്ടിടത്തിന് മുകളിൽ ജയ് ശ്രീറാം എന്ന ബാനർ ഉയർത്തുകയാണ്. ആ ഭരണഘടനാ സ്ഥാപനത്തിന് മുകളിൽ ജയ് ശ്രീറാം അല്ല ഉയർത്തേണ്ടത് എന്ന മുദ്രാവാക്യം ഉയർത്തി ദേശീയ പതാക RSSൻ്റെ തലയ്ക്ക് മുകളിൽ കൂടി ആ കെട്ടിടത്തിന് മുകളിൽ പാറിച്ച ഒരു പ്രസ്ഥാനമുണ്ട്. ആ പ്രസ്ഥാനത്തിൻ്റെ പേര് DYFI എന്നാണ്. ഇവിടെ നോക്കൂ, എത്രത്തോളമാണ്
നമ്മൾ നോർത്ത് ഇന്ത്യയിൽ ഉത്തരേന്ത്യയിൽ മാത്രം കേൾവി ഉണ്ടായിരുന്ന ഒരു സംഭവം ഇപ്പോൾ കേരളത്തിലേക്ക് എത്തിയിരിക്കുന്നു. നോക്കൂ, ഒറീസയിൽ കാന്തമാനിലുണ്ടായ ഒരു സംഭവം നമ്മൾ അന്നെങ്ങോ അത് ഒറീസയിലല്ലേ എന്നാണ് കരുതിയിരുന്നത്. പക്ഷേ ഇപ്പോൾ ഇവിടെ തൊട്ടടുത്ത് എത്തിയിരിക്കുകയാണ്. ഒരു ക്രിസ്തുമസ് ആഘോഷിക്കാൻ വേണ്ടി കഴിയുന്നില്ല. ഒറീസയിലെ കാന്തമാനിലെ കന്യാസ്ത്രീകളെ ക്രിസ്ത്യൻ മിഷണറിമാരെ ആക്രമിച്ചൊരു സംഭവം നമ്മുടെ കൺമുന്നിലുണ്ട്. നോക്കൂ, 25 വർഷങ്ങളുടെ മുമ്പ് ഇതേ ഒരു ജനുവരി 22-ാം തീയതി, ആ ദിവസം നമുക്ക് മറക്കാൻ വേണ്ടി കഴിയില്ല. ഗ്രഹാം സ്റ്റെയിൻ എന്ന് പറയുന്ന ഓസ്ട്രേലിയൻ വംശജനെ മതപരിവർത്തനം ആരോപിച്ചുകൊണ്ട് അദ്ദേഹത്തെയും അദ്ദേഹത്തിൻ്റെ 2 മക്കൾ 5 വയസ്സും 7 വയസ്സുമുള്ള 2 മക്കളെ ജീപ്പിലിട്ട് ചുട്ടുകൊന്നത് ബജ്രംഗദളാണ്. ആ ചരിത്രം നമ്മുടെ മുന്നിലുണ്ട്. അദ്ദേഹം 35 വർഷം ഒറീസയിലെ ആദിവാസികൾക്കിടയിലും കുഷ്ഠരോഗികൾക്കിടയിലും പ്രവർത്തിച്ച ഏറ്റവും നല്ല മനുഷ്യസ്നേഹിയെയാണ് അവർ അന്ന് കൊലപ്പെടുത്തിയത്. അന്ന് നമ്മൾ കരുതിയത് അത് ഒറീസയിലല്ലേ എന്നുള്ളതാണ്. ഒറീസയിലെ ഇത്തരത്തിലുള്ള ഈ സംഭവങ്ങൾക്കെതിരെയാണ് KEN അന്ന് അവർ മറ്റേ ക്രിസ്ത്യാനികളെ തേടിയെത്തിയ എന്നൊരു പുസ്തകം തന്നെ ഇറക്കുന്നൊരു സ്ഥിതി ഉണ്ടായത്. ഇവിടെ കേരളത്തിനകത്ത് ഇത് എത്തുമ്പോൾ വളരെ ഞെട്ടലോടുകൂടി വേണം നമ്മളത് കാണാൻ. ഇന്നല്ലെങ്കിൽ നാളെ സമൂഹത്തിനകത്ത് നടക്കുന്ന ഈ തരത്തിലുള്ള കൊള്ളരുതായ്മകൾ നമ്മളെ കൂടി ബാധിക്കും. അതുകൊണ്ട് തന്നെ ഏതൊരു കോണിൽ നടക്കുന്നതിനെതിരെയും നമ്മുടെ പ്രതിഷേധം ഉയർന്നു വരേണ്ടതായിട്ടുണ്ട് എന്ന ചെയ്യുന്നു എന്നുള്ളത് പ്രധാനമാണ്. ഇപ്പോൾ ഒരു ആക്രമണം നടന്ന ശേഷം ഒരു പ്രതിഷേധം അല്ലെങ്കിൽ അതിനെ പ്രതിരോധിക്കാൻ മറ്റൊരു ബദൽ പരിപാടിയുമായി മുന്നോട്ട് പോകുന്നത് നിങ്ങൾ അംഗീകരിക്കുന്നു. അതോടൊപ്പം തന്നെ ഇങ്ങനെയുള്ള സംഘടനകൾ അവിടെ സ്വാധീനം വർദ്ധിപ്പിക്കുന്നത് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുന്നുണ്ടോ എന്നുള്ളൊരു ചോദ്യം കൂടി അവിടെ നിൽക്കുകയാണ്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.